ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇനി ഞാൻ കിടിലിനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് മധുരക്കറി എന്ന് പറയുന്ന വിഭവം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഞാനിത് മധുരക്കറി തയ്യാറാക്കാനായിട്ട് മീഡിയം ടൈപ്പുള്ള ഒരു വെള്ളരിക്ക ചെത്തി നന്നായിട്ട് ക്ലീനാക്കി പീസസ് ആക്കി ഇതേപോലെ മാറ്റുക. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിയുക, പൊടിയായിട്ട് അരിയുക. പച്ചമുളക്, തൈര്, പഞ്ചസാര, വത്തൽമുളക്, കരിവേപ്പില, കടുക്, ചുമന്നുള്ളി 2-3 ചുമന്നുള്ളി എടുത്താൽ മാത്രം മതി. വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ചട്ടിയിലോട്ട് വെള്ളരിക്കായും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം മറ്റൊരു ബൗളിലോട്ട് വെള്ളരിക്കായും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും കൂടെ വേവിച്ചത് മാറ്റുക. പിന്നീട് ആ ബൗളിലോട്ട് നമുക്കൊരു 2 സ്പൂണോളം പഞ്ചസാര ചേർക്കാം. വലിയ പുളിപ്പില്ലാത്ത തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒരു 2-3 സ്പൂണോളം തൈര് ചേർക്കുക. 2 സ്പൂൺ പഞ്ചസാരയും 3 സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഏകദേശം നന്നായിട്ട് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം പാകത്തിനാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. തൈര് പോരാ എന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായി ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വത്തൽമുളകും ചുമന്നുള്ളി, കറിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. താളിച്ചതിന് ശേഷം വെള്ളരിക്കയിലോട്ട് താളിച്ചത് ചേർക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യയിലെ മധുരക്കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, bye, thank you.